ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഈ ചപ്പാത്തിക്ക് എന്താണ് പ്രത്യേകത? കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു ചപ്പാത്തി ഇട്ടുണ്ടായല്ലോ, ഇതെന്താണ് ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി വരുന്നതെന്ന്. അപ്പോൾ ഈ ചപ്പാത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചപ്പാത്തി നമ്മൾ പഴം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി, പഴം ചേർത്ത ചപ്പാത്തി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അതും മറന്നു പോകരുത്. അപ്പോൾ പഴം ഏതാണ് ചേർക്കേണ്ടതെന്ന് ഞാനിപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴം ചേർത്ത ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴം ചേർത്തുള്ള ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് 2 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. പാളയംകോടൻ പഴം അല്ലെങ്കിൽ ചെറുപഴം എന്നാണ് പറയുക, ഞാലിപ്പൂവനല്ല, സാധാരണ പഴം. എനിക്ക് അങ്ങനെ അറിയുള്ളൂ, പല സ്ഥലത്തും പല പേരായിരിക്കും ഇതിന് പറയുക. നമ്മൾ മെഷറിംഗ് കപ്പിൽ 4 കപ്പ് പൊടിയാണ് എടുത്തത്. 240 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര അളവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെഷറിംഗ് കപ്പും കൂടി കാണിച്ചു തന്നത്. 240 ml ആണ്, 250 ml കപ്പല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മുടെ ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമുണ്ടാകും. ഇപ്പോൾ ഞാൻ പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പഴം എന്താ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിയിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് അരിഞ്ഞു കിട്ടണം കേട്ടോ, എങ്കിലേ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കപ്പ് പൊടിക്ക് 1 പഴം എന്നുള്ള അളവിലാണ് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ പഴം ചേർക്കുന്നത് കൊണ്ട് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും ഇതിനകത്ത് വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്കൊന്ന് പൊടി കുഴച്ചിട്ട് ബാക്കി എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴം ചേർത്തുള്ള ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കാം. പിന്നെ ഇത് ആശീർവാദ ആട്ടയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആശീർവാദ ആട്ടയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും. വേറെ ഏതെങ്കിലും ബ്രാൻഡാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ വ്യത്യാസം വരാം കേട്ടോ പൊടിയിൽ. ചെറിയ വ്യത്യാസം വരാം വെള്ളത്തിൻ്റെ അളവിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊടിയുടെ ബ്രാൻഡ് മാറുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം മതിയാവും, 1-2 സ്പൂൺ കുറവ് മതിയാവും, ചിലപ്പോൾ 1-2 സ്പൂൺ കൂടുതൽ വേണ്ടി വരും. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളെ വരാറുള്ളൂ. പിന്നെ വീട്ടിൽ പൊടിപ്പിക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ വെള്ളം കൂടുതൽ വേണ്ടി വരും. എന്തായാലും ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഈ പഴമിട്ട് ഉണ്ടാക്കുന്ന ഈ ചപ്പാത്തിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിനെ അപേക്ഷിച്ച്. ഇതിവിടെ പണ്ട് നമ്മുടെ ഇവിടെ കാക്കനാട് സബ് ജയിലിൽ ഈ പഴം ചേർത്തിട്ടുള്ള ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങൾ ടൂർ പോകുമ്പോഴൊക്കെ വാങ്ങിച്ചിരുന്നത് ഈ പഴം ചേർത്തിട്ടുള്ള ചപ്പാത്തി ആയിരുന്നു. നല്ല ടേസ്റ്റാണ് ആ ചപ്പാത്തിക്ക്, നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഹോസ്പിറ്റലിലും കിട്ടിയിരുന്നത് ഈ ചപ്പാത്തി ആയിരുന്നു. ഇപ്പോൾ അതില്ല കേട്ടോ, ഇപ്പോൾ അവർ സാധാരണ ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി പൊടി കുഴച്ച് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബോൾ ഷേപ്പിലായി വരും. നമുക്ക് കറക്റ്റായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിൽ പൊടി മുഴുവൻ കുഴച്ചെടുക്കാൻ പറ്റും. ഇത് പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടി കുഴച്ചിട്ട് ഉടനെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമേ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒന്നും കൂടി പറയാണ്. ആദ്യമേ തന്നെ കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബലം പിടിച്ച് വിഷമിക്കില്ല, ഈസി ആയിട്ട് പൊടി കുഴക്കാൻ പറ്റും. നമ്മുടെ എല്ലാ ചപ്പാത്തി റെസിപ്പിയിലും നമ്മൾ പറയാറുള്ളതാണിത്, ഈ ഒരു കാര്യം എളുപ്പത്തിൽ കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ നേരത്തെയുള്ള ചപ്പാത്തി കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചപ്പാത്തിക്ക് പൊടി എങ്ങനെയാണ് എളുപ്പത്തിൽ കുഴയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചപ്പാത്തിയെ കാണുന്നെങ്കിൽ ഈ കാര്യം ഇതിൽ പറഞ്ഞില്ലെങ്കിൽ അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇതിനകത്തും പറയണത്. ചപ്പാത്തിയുടെ പൊടി നല്ല ഷേപ്പിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും സാധാരണ നമ്മൾ 4-5 ചപ്പാത്തിയല്ലേ ഉണ്ടാക്കാറുള്ളൂ, ഇന്ന് എന്താണ് കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന്. ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചപ്പാത്തിയാണ് രാവിലെ. സാധാരണ ടീച്ചേഴ്സിനും രാജീവേട്ടനും മാത്രമായിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും കൂടി ആയതുകൊണ്ടാണ് ഇത്രയും പൊടി എടുത്തിട്ട് കുഴയ്ക്കുന്നത്. അപ്പോൾ പഴം നമ്മൾ മിക്സിയിൽ അടിക്കാതെ ഇതിലിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ കുറച്ച് ബലം കൊടുത്ത് കുഴയ്ക്കണം. പിന്നെ പഴത്തിൻ്റെ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ കൈ കൊണ്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവില്ല.
പിന്നെ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക. പച്ചപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീഡിയം പഴുപ്പുള്ള പഴം എടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് ബോൾ ഷേപ്പിലായി വരുന്നത് കണ്ടോ. ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. അത് നമ്മളെല്ലാ ചപ്പാത്തിയിലും പറയാറുള്ളതാണ്. എങ്കിലും ഈ ചപ്പാത്തി ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഷേപ്പായി വന്നതുണ്ടോ, ഒരു ബോൾ ഷേപ്പായി വന്നതുണ്ടോ. ഇതുപോലെ ആവുന്നത് ഓരോന്ന് കുഴച്ചെടുക്കുക. നമുക്കിനി ബോൾസ് ആക്കിയെടുക്കാം നമ്മുടെ ചപ്പാത്തി മാവിന്. എത്ര ബോൾസ് വേണമെന്ന് വെച്ചാൽ അത്രയും ബോൾസ് ആക്കിയെടുക്കാം നമ്മൾ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ബോൾസ് ആക്കാനുള്ള എളുപ്പവഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ചപ്പാത്തിയിലും ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. നമുക്ക് എത്ര ചപ്പാത്തി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കട്ട് ചെയ്ത് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. നമ്മുടെ ചപ്പാത്തി കല്ലിന് ഗ്രിപ്പില്ലാത്തതുകൊണ്ട് ചപ്പാത്തി കല്ല് ഇങ്ങനെ തെന്നി പോവാതിരിക്കാനായിട്ട് നമ്മളൊരു ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ചെറുതാക്കി എടുക്കാം. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായതുകൊണ്ടാണ് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ചെറിയ ലൈറ്റിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിൽ എപ്പോഴും വെയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ രാവിലത്തെ വെയിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ലൈറ്റിൽ ചെറിയ വേരിയേഷൻ വരാം. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് അളവിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കത്തിയോ എന്താണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് എത്ര ചപ്പാത്തി വേണമെന്ന് വെച്ചാൽ, അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ. എല്ലാ ചപ്പാത്തിയുടെയും വലിപ്പം ഈക്വൽ ആക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ. ഇപ്പോൾ കണ്ടോ, ഈക്വൽ അളവിലുള്ള ചപ്പാത്തി മാവായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. നമുക്ക് എത്ര വലിപ്പമുള്ള മാവ് വേണമെന്ന് വെച്ചാൽ ആ വലിപ്പത്തിലാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഉരുട്ടി ബോൾസാക്കി നമ്മൾ പരത്തുന്ന ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ എല്ലാ ബോൾസും റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി പരത്തി തുടങ്ങാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി ബോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് പരത്തി തുടങ്ങാം. പരത്തുമ്പോൾ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഒരാൾ പരത്തുമ്പോൾ ഒരാൾ കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അതിന് കുക്കിംഗ് എല്ലാം കറക്റ്റ് ആവും, ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും കമൻറ്റ് വരാറുണ്ട് കേട്ടോ ചപ്പാത്തിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. നിങ്ങൾ എന്താണ് മൈദപ്പൊടി ചേർത്തിട്ട് ചപ്പാത്തി പരത്തുന്നത്, മൈദപ്പൊടിയിൽ നല്ലത് ഗോതമ്പ് പൊടിയല്ലേ എന്ന്. പക്ഷെ പരത്താൻ എപ്പോഴും നല്ലത് മൈദപ്പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മൈദപ്പൊടി ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മൈദപ്പൊടി താല്പര്യം ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് തന്നെ പരത്തിയെടുത്തോളൂ. പരത്താൻ എളുപ്പം, കുക്ക് ചെയ്യാൻ മൊത്തത്തിൽ എളുപ്പം ഇത് തന്നെയാണ്. അതിനകത്തൊരു സംശയമില്ല. പിന്നെ കാര്യമായിട്ട് മൈദയൊന്നും ഇതിനകത്ത് നമ്മുടെ അകത്തേക്ക് പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ തീരെ മൈദ കഴിക്കാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ. ആവശ്യത്തിൽ കൂടുതൽ പൊറോട്ടയും കഴിക്കുന്നുണ്ട്, പഴംപൊരി, ഇതൊക്കെ കഴിച്ചിട്ട് മൈദ തന്നെ എല്ലാത്തേക്ക് അല്ലേ. അതെ, അതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയിൽ ഇത്തിരി മൈദപ്പൊടി ചേർത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ അഭിപ്രായം ഇഷ്ടമായില്ലെങ്കിൽ അതങ്ങോട്ട് തള്ളിക്കളഞ്ഞോളൂ. ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്റ്റ് ചപ്പാത്തി റെഡിയായി. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പരത്തി വെച്ച ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേ നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ. ചെറിയ ബബിൾസ് വരും ചപ്പാത്തിയുടെ ഈ ഒരു പോർഷനിൽ. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ എണ്ണയൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. പിന്നെ കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കുഴയ്ക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് ചപ്പാത്തി
വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കിയ ചപ്പാത്തിക്കൊക്കെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഹെൽത്തി ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മൾ അതിൽ ഒരഭിപ്രായവും പറയുന്നില്ല, എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതരാണ്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതാ കുക്കായി കഴിഞ്ഞു. നമുക്കിതുപോലെ തന്നെ അടുത്ത ചപ്പാത്തിയും കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുക്കായി പോയിട്ടില്ല, കറക്റ്റ് കുക്കിംഗ് ആണിത്. പിന്നെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് വരാതിരിക്കാൻ, നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്ന കാര്യം പറയാതിരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ള ചപ്പാത്തികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം എന്താ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.